അനുചേച്ചി പറയൂ, അതായത് അനുചേച്ചിയുടെ ടാറ്റു പ്രേമം എപ്പോ തുടങ്ങിയതാണ്? കയ്യിലും കാലിലും എല്ലായിടത്തും ടാറ്റു ഉണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ അർത്ഥമുണ്ടോ അതോ വെറുതെ? ഇത് ഇൻഫിനിറ്റി ആണ്, ഓൾവേസ് എന്ന് പറയും. ഇൻഫിനിറ്റി ആണ് ഇത്. ഇതൊക്കെ മാറ്റിപ്പറിച്ചതല്ലേ, ഒട്ടിച്ചതല്ലോ? അല്ലല്ല, ഇത് വേദന എടുക്കൂലേ? ഭയങ്കര വേദനയൊന്നുമില്ല. പിന്നെ നിങ്ങളെ സൗന്ദര്യത്തിന് നിങ്ങൾ എന്തും സഹിക്കുമല്ലോ, ഏത് വേദന. പുരികയൊക്കെ എന്റെ കെട്ടികളൊക്കെ കാണാൻ നൂലൊക്കെ കെട്ടി പറിച്ച് കെട്ടി വലിച്ചൊക്കെ സൗന്ദര്യത്തിന് വേണ്ടി ഏത് വേദന സഹിക്കും. കെട്ടിയോൻ എന്നേലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സഹിക്കാൻ പറ്റാതെ. ഭാര്യയുടെ പേര് ചാച്ചു കുത്തങ്ങോട്ട് ഇനി അതിന്റെ ഒരു കുറവും കൂടെ ഉള്ളു. നല്ലതല്ലേ? അതൊക്കെ മറക്കാൻ വേണ്ടിട്ടല്ലേ നമ്മൾ ഈ ഷോയ്ക്കൊക്കെ വരും. അപ്പൊ ടാറ്റുവും കുത്തി പ്രോഗ്രാം ആര് കാണുന്നുണ്ടാവേ? അവർക്കറിയാം ഞാൻ തമാശ പറയുന്നതാണ്. എന്താ വെച്ചാൽ അവർക്ക് അവാർഡ് കൊടുക്കണം കേട്ടോ, എന്നെയൊക്കെ സഹിക്കുന്ന ഭാര്യക്ക് ഒരു അവാർഡ് കൊടുക്കണം. നിങ്ങളുടെ ഭാര്യ ഭർത്താവിൽ ആരാണ് റൊമാൻറ്റിക്? ആരാണ്, ചേട്ടനാണോ ചേച്ചിയാണോ? അങ്ങനൊന്നുമില്ല, റൊമാൻറ്റിക് ഒന്നുമില്ല. പോവാ ചേട്ടനെ കണ്ട ഭയങ്കര റൊമാൻറ്റിക് ഒരു പേഴ്സൺ ആണെന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ ചേട്ടൻ തന്നെ ആയിരിക്കും. ആ ലുക്കൊക്കെ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും ഭയങ്കര റൊമാൻറ്റിക് ഒരു ഹീറോ. അതെ അതെ, ഒരു ലുക്ക് ചിരിയൊക്കെ അങ്ങനെയാണ് ഭയങ്കര. എനിക്ക് വയ്യ. ചേച്ചി റൊമാൻറ്റിക് ആണോ? ഞാൻ റൊമാൻറ്റിക് ആണ്. റൊമാൻറ്റിക് ആണ്, ഭയങ്കര റൊമാൻറ്റിക്. അല്ല ശരിക്കും റൊമാൻറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നമ്മൾ പറയില്ല പ്രണയം എപ്പോഴും പൈങ്കിളിയാണെന്ന് പറയൂല്ലോ. ചിലവർക്ക് ഈ പൈങ്കിളി ഇഷ്ടമല്ല, പക്ഷെ ചിലവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ ലവ് യുടാ, എവിടെ എത്തി എന്നൊക്കെ ചോദിക്കുന്ന ചിലവർക്ക് ഇഷ്ടം. അതാ പറയാ. പക്ഷെ എനിക്ക് കെട്ടിയോണ്ടല്ലോ ഒരു ഞാൻ ഇങ്ങോട്ട് പോകുന്ന കഴിഞ്ഞാൽ പോലും ഐ മിസ് യുടാ എന്നൊന്നും ഒരു അങ്ങനെ പോലും ഒന്നും ചെയ്യണ്ടേ, അതൊന്നും ചെയ്യുന്നില്ല. ഇടയ്ക്ക് പറയണ്ടേ. വേറെ സംഭവം ഉണ്ട്. ഈ ചില വർക്കൊക്കെ കഴിഞ്ഞിട്ട് തന്നെ ഡ്രൈവ് ചെയ്തൊക്കെ ഞാൻ പോകുമ്പോഴത്തേക്കിന് നല്ല ടാങ്കർ ലോറിയൊക്കെ ഓവർടേക്ക് ചെയ്ത് കയറുമ്പോഴാണ് വിളിച്ച എവിടെത്തിന്ന് ചോദിക്കുന്നത്. അങ്ങ് എത്തും. അതാണ് ഈ കുഴപ്പം. ഇതിന് അടിക്കുന്നവർ നമ്മളവർക്ക് ഇനി വല്ല അത്യാവശ്യമാണോ എടുത്ത്. അപ്പൊ ഞാൻ പറയാം ദൈവത്തെ ഓർത്ത് അവിടെ നിന്ന് ഇറങ്ങുമ്പോ ഞാൻ വിളിക്കാം, പിന്നെ ഒരിടത്ത് എത്തുമ്പോ ഞാൻ വിളിക്കാം, ഇടയ്ക്ക് വിളിക്കാം. അങ്ങനെയൊക്കെ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. മെസ്സേജ് ചെയ്തിട്ടോ മിസ് യുടാ, അതൊന്നും അവള് ചെയ്യുന്നില്ല. പിന്നെ ഇങ്ങനെ നല്ല, അതായത് അനുചേച്ചി പറഞ്ഞ പോലെ എപ്പോഴും ഭയങ്കര നല്ല റൊമാൻറ്റിക് പാട്ടൊക്കെ കേൾക്കുക, അപ്പൊ നമ്മൾ റൊമാൻറ്റിക് ആയി പോകും അറിയാതെ. ഈ ചുമ്മാ ഈ പ്രണയം എന്ന് പറഞ്ഞ സാധനം അപ്പൊ ഇങ്ങനെ കാണിക്കുന്നവർക്കാണ് ഉള്ളിലില്ലാത്തത്. അതെ, അതാണ് ഞാൻ മനസ്സിലാക്കിയത്. അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ പല കവികൾ ഇപ്പൊ ONV സാറ് ഇവരൊക്കെ എഴുതി അവരാരാണ്ട് പ്രേമിച്ചിട്ട് ആരെയും ഒളിച്ചോടിയിട്ടോ ഒന്നും എഴുതുന്നതല്ലല്ലോ. അവരുടെ ആ മനസ്സിലുള്ളതാണ് പ്രണയം. മനസ്സിലാണ് പ്രണയം. ഇത്ര കഷ്ടപ്പാടുണ്ട് മനസ്സിലായത്.